ടി വി പ്രസാദ് ഒരു വലിയ ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് അരുൺ. ഇത് അതൊന്നുമല്ല, നമുക്ക് അറിയാവുന്നതുപോലെ അറിയാവുന്നതുപോലെ യൂണിയൻ നേതാക്കൾ വലിയ തോതിൽ ഇടപെടുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്, പ്രത്യേകിച്ച് അതിൽ KSRTC എന്നുള്ളത്. KSRTC വകുപ്പിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് നേരത്തെ അവിടെ എസ്റ്റേറ്റ് വിഭാഗം എന്നൊരു വിഭാഗമുണ്ട്. അതായത് ആ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുക, KSRTCയുടെ പരസ്യം, ഇതൊന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് പ്രകാരം 9 പേരെയാണ് എസ്റ്റേറ്റ് വിഭാഗത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അതായത് ചീഫ് ഓഫീസിൽ നിന്ന് ഈ 9 പേരെയും പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ സംഭവം, ആ കാര്യം KB ഗണേഷ് കുമാർ തന്നെ പലതവണ പല വേദികളിൽ പറയുകയും ചെയ്തു, മുഴുവൻ ആളുകളെയും ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത്. പക്ഷേ തൊട്ടടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസം 2-ാം തീയതി മറ്റൊരു ഉത്തരവിലൂടെ ഈ 9 പേരെയും ചീഫ് ഓഫീസിൽ തന്നെ നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ 8 പേർക്ക് കസേര മാറി എന്നല്ലാതെ ചീഫ് ഓഫീസിൽ നിന്ന് ഇവരാരെയും മാറ്റാൻ പറ്റിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കാരണവുമുണ്ട് അരുൺ. കാരണം CITUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അടങ്ങിയവരായിരുന്നു ഈ 9 പേർ എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യൂണിയൻ നേതാക്കളുടെ വലിയ കൈകടത്തലും ഇടപെടലുകളും നേരത്തെ തന്നെ KSRTCയിൽ ചർച്ചയായതാണ്. KB ഗണേഷ് കുമാർ വന്ന സമയത്ത് തന്നെ അത് നിയന്ത്രിക്കാനുള്ള വലിയ ശ്രമവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലം മാറ്റം, അതായത് പല വേദികളിലായി KB ഗണേഷ് കുമാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ KSRTCയിലെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ബസ്സിൽ പരസ്യം പതിക്കുന്ന കാര്യത്തിലും ഒക്കെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ആ സ്ഥലം മാറ്റ ഉത്തരവ് പാളി എന്നുള്ളതാണ്. ആ 9 പേരിൽ ഒരൊറ്റ ആളെ പോലും ചീഫ് ഓഫീസിന് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഈ ടി വി പ്രസാദ് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ മാറ്റിയത്? അങ്ങോട്ട് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തു അല്ലേ? പോയ വേഗത്തിൽ അതേ വേഗതയിൽ തന്നെ തിരിച്ചു വന്നു. പണ്ട് സിനിമയിലെ പാട്ട് പോലെ അതേലും വേഗത്തിൽ തിരിച്ചു വന്നേ. അതാണ് യൂണിയൻ്റെ പവർ എന്ന് പറയുന്നത് അരുൺ. നമുക്ക് നേരത്തെ അറിയാമല്ലോ KSRTCയിലെ യൂണിയൻ ഇടപെടലുകളെക്കുറിച്ച്. യൂണിയൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് KSRTCയിൽ നടന്നു വരുന്നത്. അതിപ്പോഴും തുടരുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് CITUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ വകുപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവരുൾപ്പെടെയുള്ള 9 പേരെ സ്ഥലം മാറ്റാനുള്ള ഉത്തരവാണ്. അത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ടായത്. ആ ഉത്തരവ് ഇറങ്ങിയെന്ന് മാത്രമല്ല അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വേദികളിൽ മന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്തു എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ ഇന്നലെ മന്ത്രി ഓഫീസിൻ്റെ വിശദീകരണം എടുക്കാൻ ശ്രമിച്ച സമയത്ത് ഒരു വിശദീകരണം തരാൻ തയ്യാറായില്ല. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്നതാണ് മന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇനി അവരെന്തെങ്കിലും പറഞ്ഞ് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ കസേര മാറ്റം നടന്നു. ചീഫ് ഓഫീസിന് പുറത്തേക്ക് ഇവരെ മാറ്റാനുള്ള തീരുമാനം അത് വെറും 20 ദിവസത്തിന് ശേഷം മറ്റൊരു ഉത്തരവിലൂടെ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. ടി വി പ്രസാദ്, താങ്കളൊരു ആരാധകൻ താങ്കളോട് പറയുന്നു, എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ് എന്ന് സുധീർ മണ്ണാർക്കാട് പറയുന്നുണ്ട് കേട്ടോ. ടി വി പ്രസാദിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.